ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 82. ബാബു ലാ യുദ്ബഹു ലില്ലാഹി ബിമക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്. അള്ളാഹു അല്ലാത്തവർക്ക് അറുക്കപ്പെടുന്ന സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെടരുത് എന്നത് സംബന്ധിച്ച അധ്യായം. ഇതാണല്ലോ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. ആ ബാബ് കിതാബിൽ നിന്നുള്ള ഭാഗം കഴിഞ്ഞു. അതിൻ്റെ ഷറഹാണ് ഇനി പറയുന്നത്. ഇആനത്തുൽ മുസ്തഫീദിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല വിശദീകരിക്കുന്നു. ഖാല ഷെയ്ഖ് റഹിമഹുല്ല, ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞു, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവർ പറഞ്ഞു, ബാബുൻ ലാ യുദ്ബഹു ലില്ലാഹി ബിമക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്. ബാബ് അധ്യായം ലാ യുദ്ബഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി അറുക്കപ്പെടുകയില്ല, അറുക്കപ്പെടരുത് എന്ന അർത്ഥത്തിലാണ്. ബിമക്കാനിൻ, ഒരു സ്ഥാനത്ത്, യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് അവിടെ അറുക്കപ്പെടുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും അറവ് പാടില്ല എന്നതാണ്. ഹാദൽ ബാബു താബിഉൻ ലിൽ ബാബിൽ ലദീ ഖബ്ലഹു. ഇതിന് മുമ്പ് പറഞ്ഞ ബാബിന്, അധ്യായത്തിന് താബിയാണ്, അതിനെ പിന്തുടർന്നു വരുന്നതാണ്. ലിഅന്നൽ ബാബൽ ലദീ ഖബ്ലഹു, കാരണം ഇതിന് മുമ്പുള്ള ബാബ് എന്തായിരുന്നു? മാ ജാഅ ഫി ദബ്ഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവ് സംബന്ധിച്ച് ആയിരുന്നു. അപ്പോൾ അത് ഷിർക്കാണല്ലോ. യാനി ഉദ്ദേശിക്കുന്നത് അന്നഹു മുഹറമുൻ വ അന്നഹു ഷിർക്കുൻ, അത് ഹറാമുമാണ് ഷിർക്കുമാണ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറവ്. വഹാദൽ ബാബു ഫീഹി സദ്ദു ദരിയത്തി അൽ മുഫ്ദിയത്തി ഇല ദബ്ഹി ലിഗൈരില്ലാഹ്. ഈ ബാബിലാണെങ്കിലോ പറയുന്നത് എന്താണ്? സദ്ദു ദരിയത്തി, വഴി അടക്കലാണ്. അൽ മുഫ്ദിയത്തി ഇല ദബ്ഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള അറിവിലേക്ക് നയിക്കുന്ന, അതാണ് അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്ന സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടി അറക്കൽ പോലും പാടില്ല എന്ന് പറയാൻ കാരണം എന്നതാണ്. എന്നിട്ട് തുടരാണ്. വഖൗലുഹു, ഷേഖാറുകളുടെ വചനം, ബാബു ലാ യുദ്ബഹു. ലാ യുദ്ബഹു എന്നുള്ളത് ഹാഇന് ലമ്മായിട്ട് ലാ യുദ്ബഹു എന്നും, അല അന്ന ലാ നാഫിയ, ലാ എന്നുള്ളത് നാഫിയത്തിൻ്റെ ലാ, നിഷേധത്തിൻ്റെ, നെഗറ്റീവിൻ്റെ ലാ, അറുക്കപ്പെടരുത് എന്ന അർത്ഥത്തിൽ, അറുക്കപ്പെടുകയില്ല എന്ന അർത്ഥത്തിൽ. വയസ്ലുഹു ലാ യുദ്ബഹ്, ലാ യുദ്ബഹ് എന്നും പറ്റും, ബിസ്കാനിയ, ഹായന് സ്കൂനായിട്ട്. അല എന്ന ലാ നാഹിയ, അപ്പോൾ ലാ നാഹിയത്തിൻ്റെ ലാ യുദ്ബഹ്, അറുക്കപ്പെടരുത് എന്ന്. വഹത്താലു അഖദ്നാഹ അല അന്ന നാഫിയ ഫന്നഫിയു ഹുന മഅനാഹു അന്നഹിയു. ഇനി ഇവിടെ നമ്മൾ ലാ യുദ്ബഹു എന്നാണ് എടുക്കുന്നതെങ്കിൽ എന്താകും? അറുക്കപ്പെടുകയില്ല എന്നാണ്. പക്ഷേ എന്താണ്? അത് നഹീൻ്റെ അർത്ഥത്തിലാണ്, അറുക്കപ്പെടരുത് എന്ന അർത്ഥത്തിലാണ്. ഫന്നഫിയു യഅതി ബിമഅന അന്നഹി. അപ്പം നഫിയ ചിലപ്പോൾ എന്താവും? നഹീൻ്റെ, നിരോധനത്തിൻ്റെ അർത്ഥത്തിൽ വരും. ബൽ എന്നല്ല, ഇത് ഇദാ ജാഅ നഹി ബി സിയാത്തിൻ നഫി, നഹി നിരോധനം നഫീൻ്റെ, നിഷേധത്തിൻ്റെ സിഗയിൽ വന്നാൽ കാന അബ്ലഗ്, അത് കുറേ കൂടി മുബാലഗത്തുള്ള, അതിൻ്റെ ശക്തി. മിസ്ല ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം പോലെ, ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 മസ്ജിദുകളിലേക്കല്ലാതെ, അതായത് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഈ 3 മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രത്യേക യാത്ര, ഷദ്ദുർ റിഹാൽ പാടില്ല, അത് സംഘടിപ്പിക്കപ്പെടരുത്, ഷദ്ദ് ചെയ്യപ്പെടരുത്, റിഹാൽ യാത്ര എന്ന്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ നഫി ആണ്, അത് ഉദ്ദേശിക്കുന്നത് സംഘടിക്കപ്പെടരുത്, ഷദ്ദ് ചെയ്യപ്പെടരുത്, ഷദ്ദ് റിഹാൽ അരുത് എന്നാണ്. ഷദ്ദ് റിഹാൽ നടത്തപ്പെടുകയില്ല എന്ന് പറയുമ്പോഴും അത് അരുത് എന്ന അർത്ഥത്തിലാണ്. ഹാദാ നഫിയുൻ, ഇത് നഫിയാണ്. പക്ഷെ മാനാഹു അന്നഹിയു, അതിൻ്റെ ആശയം എന്താണ്? നഹി, നിരോധനമാണ്, അത് ചെയ്യരുത് എന്നാണ്. വമിസ്ലുഹു ഖൗലുഹു തആല, അപ്രകാരമാണ്, അതുപോലെയാണ് അള്ളാഹുവിൻ്റെ വചനം, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അപ്പോൾ ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഫലാ റഫസ, റഫസ് സ്ത്രീ സല്ലാപം പാടില്ല, അരുത്, സ്ത്രീ സല്ലാപം അരുത് എന്ന നഹീൻ്റെ അർത്ഥമാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ?
ഫലാ റഫസ എന്ന് പറഞ്ഞാൽ സ്ത്രീ സല്ലാപം ഇല്ല എന്ന നെഗേഷൻ, അത് നഫിയാണ് അവിടെ. പക്ഷേ നഹീൻ്റെ അർത്ഥമാണ്. വലാ ഫുസൂഖ, അധർമ്മം, തമ്മാടിത്തം, തോന്നിയാസം ഇല്ല എന്നാണ്. തോന്നിയാസം പാടില്ല, അരുത്. വലാ ജിദാല, തർക്കം ഇല്ല എന്നാണ്. തർക്കം പാടില്ല, തർക്കം അരുത്. ഫിൽ ഹജ്ജിൽ ഹാദാ നഫിയുൻ, ഇത് നഫിയാണ്. പക്ഷേ മഅനാഹു അന്നഹിയു, ഇതിൻ്റെ ആശയം എന്താണ്, അർത്ഥം എന്താണ്, നഹിയാണ്. അൻഹാദിൽ ഉമൂർ, ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ റഫസ്, ഫുസൂഖ്, ജിദാൽ, ഇതൊന്നും ഹജ്ജിൽ പാടില്ല, അരുത്. വഖൗലുഹു ലാ യുദ്ബഹു ലില്ലാഹി ഫി മക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെടുന്ന സ്ഥാനത്ത് അറക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അത് ആ വാക്ക് ലിഅന്ന ദബ്ഹ ഫി ഹാദൽ മക്കാൻ, കാരണം ഈ സ്ഥാനത്തുള്ള അറവ് എന്നത് അത് എന്താണ്, നമുക്ക് കിതാബിൻ്റെ ലിങ്കിലേക്ക് പോവാം. ഇതാണ് കിതാബിൻ്റെ ലിങ്ക്. അപ്പോൾ ലിഅന്ന ദബ്ഹ ഫി ഹാദൽ മക്കാൻ, കാരണം ഈ സ്ഥാനത്തുള്ള അറവ് ഇൻകാന ലില്ലാഹി അസ്സ വജല്ല, അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് അറക്കുന്നത് എങ്കിൽ പോലും ഫഇന്നഹു വസീലത്തുൻ ഇല ഷിർക്ക്, അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്, മാർഗ്ഗമാണ്. കദാലിക ഫി ദബ്ഹി ഫി ഹാദൽ മക്കാനി, അപ്രകാരം തന്നെ ഈ സ്ഥലത്ത് വെച്ച് അറവ് നടത്തുമ്പോൾ തഅ്ലീമുൻ ലഹു, അതിന് ആദരിക്കലുണ്ട്. മുഷാബഹത്തുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ എന്നുണ്ട്, അതിന് മുശ്രിക്കുകൾക്ക് സദൃശമാവനും വന്നു ചേരുന്നുണ്ട്. വഖദ് നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിരിക്കുന്നു അനിൽ വസായിലിൽ മുഫ്ദിയത്തി ഇല ഷിർക്ക്, ഷിർക്കിലേക്ക് നയിക്കുന്ന വസായിൽ, മാർഗങ്ങളെയും നബി നിരോധിച്ചിരിക്കുന്നു. മിസ്റ്റർ ഉദാഹരണം, നഹിയു അനി സ്വലാത്തി ഇലൽ ഖുബൂർ, ഖബറുകൾക്ക് അഭിമുഖമായിട്ട് നിസ്കരിക്കുക നബി നിരോധിച്ചതുപോലെ. ഇൻകാനിൽ മുസല്ലി ലാ യുസല്ലി ഇല്ലാ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനെ അല്ലാതെ നിസ്കരിക്കുന്ന ആൾ നിസ്കരിക്കുന്നില്ല എന്നിരുന്നാൽ പോലും. വനഹ അനി ദുആ ഇൻദൽ ഖുബൂർ, ഖബറുകൾക്ക് അടുത്ത് വെച്ചിട്ടുള്ള ദുആ നബി നിരോധിച്ചു. കാരണം ഖബറുകൾക്ക് അടുത്ത് വെച്ചിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാം. ഇപ്പോൾ നമ്മൾ തസ്ബീഹൊക്കെ ചൊല്ലുന്നു, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അതുപോലെ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്യാം. ഖബറടക്കിയ ശേഷം ഖബർ സന്ദർശിക്കുമ്പം അവർക്ക് സലാം പറയാം, ദുആ ചെയ്യാം. പക്ഷേ ഖബറിൻ്റെ അടുത്ത് ചില ആൾക്കാരുണ്ടല്ലോ, ഖബറിൻ്റെ അടുത്ത് ചില മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ദുആ ചെയ്താൽ, അവരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ, അത് അള്ളാഹുവിനോട് ചോദിക്കുക. എന്നാൽ പോലും അത് അവിടെ ആ വലിയൻ്റെ ഖബറിൻ്റെ അടുത്താകുമ്പോൾ ഒരു ബറക്കത്ത് കിട്ടോടെ ഇജാബത്ത് കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള വിചാരത്തിൽ അതും പാടില്ല. അത് വസീലത്തിന് ഷിർക്കാണ് എന്നുള്ളതാണ്. ആ ഖബറിൻ്റെ അടുത്ത് വെച്ച് തേടുന്നത് അള്ളാഹുവിനോടാണെങ്കിൽ പോലും, ഖബറിൻ്റെ അടുത്ത് വെച്ച് ആണെങ്കിലും അല്ലെങ്കിലും വലിയനോടാണ് തേടുന്നത്, ഖബറാളിയോടാണ് തേടുന്നതെങ്കിലോ അത് തനിച്ച ഷിർക്കുമാണ്. അതാണ്. ലാക്കിൻ ഹാദൽ മക്കാൻ വൈൻകാന ദാഇ ലാ യദഉ ഇല്ലല്ലാഹു വഹദ, ദുആ ചെയ്യുന്ന ആൾ അള്ളാഹുവിനോട് മാത്രമല്ല ദുആ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ലാക്കിൻ ഹാദൽ മക്കാനു ലാ യസ്ലുഹു അത്തഅബ്ബുദു ലില്ലാഹി ഫീ, ഈ സ്ഥലം അള്ളാഹുവിനുള്ള തഅബ്ബുദിനുള്ളതല്ല. എന്ന് പറഞ്ഞാൽ അവിടെ ദുആക്കുള്ള സ്ഥാനമല്ല. ദുആ എന്ന് പറഞ്ഞാൽ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുക ഖബർ സന്ദർശിക്കുമ്പോൾ. ലിഅന്നഹു വസീലത്തുൻ ഇല ഷിർക്ക്, കാരണം അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. അത് പിന്നെ ഖബറാളിയോടുള്ള തേട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. വക്കദാലിക നഹ അനി സ്വലാത്തി ഇൻദ ഉറൂബി ഷംസ്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ള നിസ്കാരത്തെ നബി നിരോധിച്ചു. നിസ്കരിക്കണം അല്ലാഹ്ക്കല്ലേ, പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള നിസ്കാരത്തെ നിരോധിച്ചു. ലിഅന്നഹു വസീലത്തുൻ ഇലാ ഇബാദത്തിഹ, കാരണം അതെന്താണ്, അത് സൂര്യനെ ആരാധിക്കുന്നതിലേക്കുള്ള വഴിയിൽ ആണ്, വസീലയാണ്, അതിലേക്ക് പോകുന്നുള്ളതാണ്. ലിഅന്നൽ മുശ്രിക്കീന, കാരണം മുശ്രിക്കുകൾ കാനു യസ്ജുദൂന ലഹാ ഇൻദൽ ഉറൂബ്, അവർ എന്ത് ചെയ്തിരുന്നു, സൂര്യാസ്തമയ സമയത്ത് സുജൂദ് ചെയ്തിരുന്നു. വനഹാ അനി സ്വലാത്തി ഇൻദ ശുറൂഖി ഷംസ്, അതേപോലെ നിസ്കാരം സൂര്യൻ ഉദിക്കുന്ന സമയത്തുണ്ടല്ലോ, ഉദിച്ചുയരുന്ന സമയത്ത്, അത് ഒരു കുന്തത്തോളം ഉയർന്നു വരെ നിസ്കാരം പാടില്ല. അപ്പോൾ ആ സമയത്ത് ഉദിച്ചുയരുന്ന സമയത്ത് പാടില്ല, അത് നിരോധിച്ചു നിസ്കാരം. ലിഅന്നൽ മുശ്രിക്കീന, കാരണം മുശ്രിക്കുകൾ കാനു യസ്ജുദൂന ലഹാ ഫി ഹാദൽ വഖ്ത്, ആ സമയത്തും മുശ്രിക്കുകൾ എന്ത് ചെയ്തിരുന്നു, ബഹുദൈവ വിശ്വാസികൾ സൂര്യന് സുജൂദ് അർപ്പിച്ചിരുന്നു. ഫക്കുല്ലു മൗത്തിനിൻ വക്കുല്ലു സമാനിൻ ഖദ് ഇത്തഖദഹുൽ മുശ്രികൂന ലിഇബാദത്തിഹിം, അപ്പോൾ എല്ലാ സ്ഥലവും എല്ലാ കാലവും മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അവരുടെ ഇബാദത്തിന് തിരഞ്ഞെടുത്ത ഫഇന്നനാ നുഹീന അൻ നുഷാരിക്കഹും ഫി, അതിൽ നമ്മൾ അവരോട് പങ്കാളികളാകൽ നമ്മൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അമർന അൻ നതഅബ്ബദ അൻഹു നബ്തഇദ അൻഹു, അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിർന മിൻ ബാബി സദ്ദി തറാഇ,
ഷിർക്കിലേക്കുള്ള വസീലകൾ, ദരിയാത്തുകൾ, വഴികൾ അടക്കുക എന്ന ആശയത്തിലാണത്. ഒമിൻ ബാബി ഖത്ഇൽ മുശാബഹത്തിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോടുള്ള സദൃശമാവൽ അതും അടക്കുക, അത് ഒഴിവാക്കുക, തടയുക എന്ന അർത്ഥത്തിലാണ്. മിമ്മായോത്തി ദീൻ അൽ ഇസ്ലാമി ഇസ്തിഖ്ലാലിയത്തുൻ താമ്മത്തുൻ അൻ കുല്ലി ദീനിൻ സിവാഹും ഫിൽ അദിയാനിൽ ബാത്തില. ഇസ്ലാം ദീൻ മറ്റു ദീനിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൂർണ്ണമായ സ്വതന്ത്രമായിട്ടുള്ളൊരു അതേ നിലനിൽപ്പനുണ്ട് എന്നതാണ്. ഖൗലുഹു, ഷെയ്ഖ് അവർകളുടെ വചനം. ഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ വചനം എന്ന് പറഞ്ഞത് ലാ തഖും ഫീഹി അബദാ, അതിൽ ഒരിക്കലും താങ്കൾ നിസ്കരിക്കരുത്, ഒരിക്കലും. എവിടെ? മസ്ജിദുൽ ദിറാറിലാണ് പറഞ്ഞത്. ഐ ഫി മസ്ജിദുൽ ദിറാറി, മസ്ജിദുൽ ദിറാറിൽ നഹയോ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സലാത്തി നഹ എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കൽ അള്ളാഹു നിരോധിച്ചു എന്നതാണ്. അടുത്ത പേജ്. വഖിസത്തു, അതിൻ്റെ ചരിത്രം, കഥ ഇങ്ങനെയാണ്. ഇങ്ങനെ അന്ന അബൂ അംർ അൽ ഫാസിഖ്, അബൂ അംർ അൽ ഫാസിഖ് എന്ന് പറയപ്പെട്ടിരുന്ന വ്യക്തി, അയാൾ അബൂ അംർ അർ റാഹിബ് എന്നാണ് ജനങ്ങൾക്കിടയിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത്. നബിയാണ് ഇങ്ങനെ ഫാസിഖ് എന്ന് പറഞ്ഞത്, തമ്മാടി. കാന ഖദ് ഖറഅ അൽ ഖുതുബ അസ്സാബിഖത ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അയാൾ മുൻ വേദങ്ങൾ പഠിച്ചിരുന്നു. വതഅബ്ബദ ഹത്താ സാറ യഖാലു ലഹു അബൂ ആമിർ അർ റാഹിബ്, അങ്ങനെ അതിനെ നന്നായിട്ട് അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ പറയപ്പെടുന്നവരെ അബൂ ആമിർ റാഹിബ് എന്ന് അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചിരുന്നു. വയുഅല്ലിമുഹു അന്നാസു ലിമാ യുദ്ഹിറു അലൈഹി ഫിദ്ദീൻ, ലിമാ യുദ്ഹിറു അലൈഹി മിനദ്ദീൻ, അയാളുള്ള ദീനിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജനങ്ങൾ ആദരിക്കുകയും ചെയ്തിരുന്നു. ഫലമ്മ ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, അങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെന്നപ്പോൾ ഹസ്സദഹു വ കഫറ ബിഹി, നബിയുടെ അസൂയ മൂത്ത് അയാൾ എന്ത് ചെയ്തു? നബിയെ നിഷേധിച്ചു. വ അബഅദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപമായി. വ സമ്മാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ആമിർ ബി അബി ആമിർ അൽ ഫാസിഖ്, അബൂ ആമിർ അൽ ഫാസിഖ്, തമ്മാടിയായ അബൂ ആമിർ എന്ന് നബി അദ്ദേഹത്തെ, അയാളെ പേര് വിളിച്ചു. ലിഅന്നഹു, കാരണം അയാൾ ഖറജ അൻ ത്വാഅത്തില്ലാഹി വ കുഫ്രിൻ ബി റസൂൽ വ കഫറ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് അയാൾ പുറത്തുപോയി, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ നിഷേധിക്കുകയും ചെയ്തു. സുമ്മ ദഹബ ഹാദൽ കാഫിറു ഇല ഷാം, പിന്നെ ഈ കാഫർ എന്ത് ചെയ്തു? ഈ അബൂ ആമിർ അൽ ഫാസിഖ് ഷാമിലേക്ക് പോയി. യുഅല്ലിബുൻ നസാറ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ നസാറാക്കളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളെ. വകതബഹു വഹുവ ഫിശ്ശാമി ഇല ജമാഅത്തി മിനൽ മുനാഫിഖീന ഫിൽ മദീന, അതുമാത്രമല്ല ഷാമിലിരിക്കെ തന്നെ അയാൾ മദീനയിലുള്ള ചില മുനാഫിക്കുകൾക്ക് കത്തെഴുതുകയും ചെയ്തു. അൻ ഇബ്നൂലന മക്കാനൻ മിൻ അജ്ലി അൻ നജ്തമിയ ഫീഹി മിൻ തശാവർ, അതായത് നമുക്കവിടെ നിന്ന് കൂടിയിരുന്ന് ഷൂറ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കവിടെ സ്ഥലം, ഒരു സാധനം പണിയണം, ഒരു കെട്ടിടം പണിയണം എന്ന് അയാൾ മദീനയിലുള്ള മുനാഫിക് കപടവിശ്വാസികൾക്ക് കത്തെഴുതി. എന്തിനാണ്? യുരീദൂന അൻ യകൂന ഹാദൽ മക്കാന മഹല്ല ഇജ്തിമാഇൻ ലി അഅദാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് ഒരുമിച്ച് കൂടാനൊരു സ്ഥാനം ആക്കുക എന്ന ഉദ്ദേശത്തിലാണ്. യതശാവറുന ഫീഹി ലിൽ ഖൈദി ലിൽ ഇസ്ലാം, ഇസ്ലാമിനെതിരെയുള്ള കുതന്ത്രങ്ങൾ ഗൂഢാലോചന നടത്താൻ. വകാനു ലം യുജ്രിഉ അലാ അൻ യബ്നുഹു അലാ അന്നഹു മജ്മഅ, പക്ഷേ അങ്ങനെ ഒരു കോൺഫറൻസ് ഹാളാക്കി നിർമ്മിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മേളന സ്ഥലമാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നിർമ്മിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ലം യുജ്രിഉ, അവർ ധൈര്യപ്പെട്ടില്ല. ഫഅദ്ഹറുഹു ബി സൂറത്തിൽ മസ്ജിദ്, അപ്പോൾ അവർ പ്രത്യക്ഷത്തിൽ എന്താണ്, ഒരു മസ്ജിദിൻ്റെ രൂപത്തിൽ അതിനെ വെളിപ്പെടുത്തി. അങ്ങനെ മസ്ജിദ് പണിയാന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മസ്ജിദ് പണിയാന്നുള്ളതാണ് അവർ അത് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ബനൈനാഹു മിൻ അജ്ലിൽ ദഈഫി വൽ മരീദി വൽ ലൈലത്തിൽ മതിയർത്തി അവൽ ലൈലത്തി ഷാത്തിയത്തി, എന്താണ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു മസ്ജിദ് പണിതത് എന്തിനാണ്? ദുർബലരായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച്, രോഗികളെ ഉദ്ദേശിച്ച്, അതേപോലെ നല്ല മഴ പെയ്യുന്ന രാത്രി, തണുപ്പ് ഉള്ള രാത്രി, അപ്പോൾ അവർക്കൊക്കെ ഒരു സത്രം എന്ന നിലയിലാണ് ഈ മസ്ജിദ് ഞങ്ങൾ പണിതിട്ടുള്ളത്. വത്വലബു മിനർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടു എന്ത്? അൻ യുസല്ലിയ ഫീഹി, നബി അവിടെ നിസ്കരിക്കാൻ. യുരീദൂന മിൻ ഹാദ തഗ്തിയതി വൽ ഖദിയതി, വഞ്ചനയും മറച്ചു വെക്കലും ചതിയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ നബി നിസ്കരിച്ചാൽ അതിനൊരു അംഗീകാരമാകുമല്ലോ. എന്നിട്ട് പിന്നെ അവർക്ക് അവിടെ എന്ത് ചെയ്യുക? അവിടെ അവർക്ക് വേണ്ടതൊക്കെ കാട്ടിക്കൂട്ടും ചെയ്യാം. അങ്ങനെ ചില ആൾക്കാരുണ്ട്,
എന്ത് അവർ പല കുതന്ത്രങ്ങളും ആത്മീയ വ്യാപാരങ്ങളും ചൂഷണങ്ങളൊക്കെ സമൂഹത്തെ ചൂഷണം ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അറിയപ്പെട്ട ചില നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ഉദ്ഘാടനം ചെയ്യിക്കും അവരുടെ പരിപാടി. പിന്നീട് അവർ കാട്ടിക്കൂട്ടുന്നത് പല പേക്കൂത്തുകളും ആയിരിക്കും, ചൂഷണ പ്രവർത്തികളൊക്കെ ആയിരിക്കും. ഫവഅദഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഗ്ദാനം കൊടുത്തു, ഇന്നാ അലാ സഫരിൻ ഇലാ ഗസ്വതി തബൂക്ക്, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിന് ഒരു യാത്രയിലാണ്, ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതാ റജഅനാ നുസല്ലിഫി, മടങ്ങി വരുമ്പോൾ ഞങ്ങൾ അവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് പറഞ്ഞത്. ഫലമ്മ റജഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തബൂക, അങ്ങനെ തബൂക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങിയപ്പോൾ വലം യബ്ഖാല വുസൂലിഹി ഇല മദീന, മദീനയിലേക്ക് അവിടെ എത്താൻ ഒട്ടും സമയം അവശേഷിച്ചില്ല. ഇല്ലാ ലൈലത്തൻ ഔ ലൈലത്താൻ, 1-2 രാത്രിയുള്ളൂ മദീനയ്ക്ക് എത്താൻ. ആ സമയത്ത് അത്താഹുൽ വഹി മിനസ്സമാ, ആകാശത്തിൽ നിന്ന് നബിക്ക് വഹി വന്നു. ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, ഒരിക്കലും താങ്കൾ അവിടെ നിസ്കരിക്കരുത്. വബയ്യന സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു, മഖാസിദഹും അൽ ഖബീസ ഫീ ഹാദൽ ബിനാ, ഈ മസ്ജിദ് പണിതതിൽ അതിൻ്റെ ദുരുദ്ദേശ്യം, അവരുടെ ദുരുദ്ദേശ്യം നബിക്ക് അള്ളാഹു വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ അവിടെയുള്ള മുനാഫിക്കുകളൊക്കെ നബിക്കറിയില്ലല്ലോ, അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് മുനാഫിക്കുകളെന്നറിയില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടല്ലേ ഭാവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ അബു ആമിർ അൽ ഫാസിഖ് എന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ അള്ളാഹു നബിക്ക് അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വഖൗലുഹു, വചനം, ലാ തഖും ഫിഹി അബദ, ഒരിക്കലും അവിടെ നിസ്കരിക്കരുത് എന്നല്ല. ഫിഹി മൻഉർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വലാത്തി ഫീ ഹാദൽ മസ്ജിദി വതൈഈസിൻ ലിഹാഉലായി, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മസ്ജിദിൽ നിസ്കരിക്കരുത് എന്നതിനെ, നിസ്കരിക്കുക എന്നതിന് തടയലും അതേപോലെ ഈ ആളുകൾക്കുള്ള നിരാശപ്പെടുത്തലും അതിലുണ്ട്. അപ്പോൾ ആളുകൾ നിരാശപ്പെട്ടല്ലോ, ഈ കപടവിശ്വാസികളുടെ പദ്ധതി പാളീസായി. ഫഫി ഹാദിൽ ആയാത്ത്, അപ്പോൾ ഈ ആയത്തുകളിലുണ്ട് അന്ന നിയ്യാത്തി തുഅസ്സിറു ഫിൽ അംകിനത്തി വൽ മബാനി, നിയ്യത്തുകൾ സ്ഥലങ്ങളിലും കെട്ടിടങ്ങളിലും ഒക്കെ എന്താകും, അതിന് പ്രതിഫലനം ഉണ്ടാകും. അന്നിയ്യാത്തുൽ ഖബീസത്തു തുഅസ്സിറു ഫിൽ അംകിനത്തി വൽ ബിഖായ ഖബസൻ, സ്ഥലങ്ങളിൽ ബുക്കാത്തുകളിൽ ഒക്കെ തെറ്റായ മോശമായിട്ടുള്ള നിയ്യത്തുകൾ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. നിയ്യാത്ത് സ്വാരിഹത്തു തുഅസ്സിറു ഫിഹ ബറക്കത്തൻ വഖൈറ, നല്ല നിയ്യത്തുകൾ ആ സ്ഥലത്തും പിന്നെ എന്ത് ചെയ്യും, ഉണ്ടാക്കും, നന്മയും ബറക്കത്തും അതിൻ്റെ പ്രതിഫലനമായിട്ട് ഉണ്ടാകും. ഫഫീഹ, അപ്പോൾ ഈ ആയത്തിലുണ്ട് അൽ ഹസ്ദു അലാ ഇസ്ലാഹിൽ മഖാസിദി, ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ നന്നാക്കുക എന്നുള്ളത്, ഉദ്ദേശ്യങ്ങൾ നന്നാക്കുക എന്നുള്ളതിനുള്ള പ്രേരണ ഹസ്ദുണ്ട്. വഫീഹ, ഇതിലുണ്ട് ദലീലുൻ അല അന്നൽ ഇഅ്തിബാറ ബിൽ മഖാസിദി ലാ ബിൽ മദാഹിരി, അന്നൽ ഇഅ്തിബാറ, നിശ്ചയം പരിഗണിക്കേണ്ടത് എന്താണ്, ബിൽ മഖാസിദി, ഉദ്ദേശ്യ ഉദ്ദേശങ്ങളെയാണ്, ലാ ബിൽ മദാഹിരി, ബാഹ്യമായിട്ടുള്ള രൂപങ്ങളെയല്ല. ഹൗലായി, ഈ കൂട്ടർ ബനൗ മസ്ജിദൻ, അവരെന്താ പണിതത്, മസ്ജിദാ പണിതത്, ഫി ളാഹിരി, പ്രത്യക്ഷത്തിൽ, വലാകിൻ ലൈസ മഖ്സൂദഹും അൽ മസ്ജിദ്, പക്ഷെ അവരുടെ ഉദ്ദേശം എന്തല്ല, മസ്ജിദ് അല്ല. ഫദല്ല അലാ അന്നമാ കുല്ല മൻ അദ്ഹറ സ്വലാഹ യുഖ്ബലു ലാ യുഖ്ബലു മിൻഹു ആയിരിക്കും ഹത്താ തുറഫ ഹഖീഖത്തുഹു. അപ്പോൾ സ്വലാഹ് വ്യക്തമാക്കുന്നവൻ, പ്രകടിപ്പിക്കുന്നവനൊക്കെ അയാളിൽ നിന്ന് അതിൻ്റെ യാഥാർത്ഥ്യം അറിയപ്പെടുന്നത് വരെ സ്വീകരിക്കപ്പെടുന്നതല്ല. വഫീഹി, അതിലുണ്ട് അത്തംബീഹു അല ഖിദാഇൽ മുഖാദിഈൻ, അതേപോലെ വഞ്ചകരുടെ വഞ്ചനയിലേക്കുള്ള ഉണർത്തലുമുണ്ട്. വയകൂനൽ മുഅ്മിനൂന അലാ ഹിദിരിൻ ദായിമൻ മിനൽ മശ്ബൂഹീന വമിൻ തദ്ലീലിഹിം. അപ്പോൾ ഇങ്ങനെ സദൃശ്യം ഉണ്ടാക്കുന്നവരും വഴികേടിലുണ്ടാക്കുന്ന അവരുടെ വഴികേടിൽ നിന്നും അവർ ഒക്കെ എന്ത് ചെയ്യണം, സത്യവിശ്വാസികൾ അതിൽ സൂക്ഷിക്കണമെന്നും. വഅന്നഹും ഖദ് യതലാഹറുന ബിസ്സലാഹ്, ചിലപ്പോൾ ചില ആളുകൾ നന്മയായിട്ടാണ് ഭാവിക്കുക, നല്ലതായിട്ടാണ് ഭാവിക്കുക. യതലാഹറുന ബിൽ മശാരിൽ ഖൈറിയ, നല്ല കാര്യങ്ങൾ നല്ലതൊക്കെയാണ് പ്രകടിപ്പിക്കുക. വലാക്കിൻ, പക്ഷേ മാദാമത്ത് സവാബിഖുഹും വമാദാമത്ത് തസറുഫാത്തിഹിം തഷ്ഹദു ബികദിബിഹിം ഫഇന്നഹു ലാ യഖ്ബലു മിൻഹും. അപ്പോൾ അവരുടെ മുൻ ചെയ്തികൾ, അതേപോലെ അവരുടെ തസറുഫാത്ത്, ഇതൊക്കെ അവരുടെ കളവിന് സാക്ഷ്യമാകുന്നു. അപ്പോൾ അതിൽ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. വലാ നൻഖദിഉ ബിൽ മദാഹിരി ദൂന നളറിൻ ഇലാ, അപ്പോൾ നമ്മൾ ഈ ബാഹ്യചേഷ്ടകൾ കണ്ടിട്ട്, ബാഹ്യമായിട്ടുള്ള പ്രവർത്തികൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് വഞ്ചിതരായി പോകാൻ പാടില്ല. അൽ മഖാസിദി വ ഇലാ മാ യതറത്തബു വലൗ അലൽ മുദ അൽ ബഈദ് അലാ ഹാദൽ മദാഹിരി ഫഫീഹി തംബീഹുൽ മുസ്ലിമീന ഇലൽ ഹിദ്രി ഫി കുല്ലി സമാനിൻ വക്കാനിൻ മിൻ തദ്ലീലിൽ മശ്ബൂഹീൻ. പറഞ്ഞ കാര്യം തന്നെ, എല്ലാ കാലത്തും മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം,
ഈ മഷ്ബൂഹിങ്ങളുടെ വഴികേടാക്കലിന് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും അത് സൂക്ഷിക്കണം. വഅന്ന കുല്ലമൻ തദാഹറ ബിൽ ഖൈരി വസ്സലാഹി വൽ മശാരി വൽ ഖൈരിയത്തി ലാ യകൂനു സ്വാലിഹൻ ഇല്ലാ മൻ ലം യകുൻ ലഹു സവാബിഖുൻ ഫിൽ ഇജ്റാം വലം യുറഫ് അൻഹു ഇല്ലാ അൽ ഖൈർ. അപ്പോൾ എന്താണ്, നന്മ മാത്രമായിട്ട് അറിയപ്പെടാത്ത ആളുകളിൽ നിന്ന് അവർ പ്രത്യക്ഷത്തിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഫഹദായിക്ക് പലമിൻ. ലാക്കിൻ മൻകാന മഅറൂഫൻ ബിസ്സവാബിഖി സയ്യിഅത്തി വൽ മകായിദിൽ ഖബീസത്തി ഔ യദ്ഹറു അലൈഹി ഔ അലാ ഫർതാത്തി ലിസാനിഹി ഔ അലാ കലാമിഹി ഷൈഉൻ ഫഇന്നനാ നഖുദുൽ ഹിദ്റ മിൻഹു വലാ നൻഖദിർ. അപ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള മുൻ ചെയ്തികളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരിൽ നിന്ന് അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവർത്തികളിൽ നിന്നൊക്കെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മൾ അവരിൽ വഞ്ചിതരായി പോകരുത് എന്നാണ്. ലി അന്നല്ലാഹു ജല്ല വഅലാ നഹാ റസൂലഹു അൻ യുസല്ലി ഫി മക്കാനിൻ ഉഇദ്ദലിൽ മഅസിയ. മഅസിയത്തിന് വേണ്ടി അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നിരോധിച്ചു അള്ളാഹു റസൂൽ. ഫദല്ല ഹാദാ അലാ അന്നഹു ലാ യുദ്ബഹു ലില്ലാഹി ഫി മക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാ. അപ്പോൾ ഇതറിയിക്കുന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടിയുള്ള അറവും പാടില്ല, അത് അരുത്, അങ്ങനെ ചെയ്യപ്പെടരുത് എന്ന്. കമാ ഇതുവരെ ലാ യുസല്ലാ ലില്ലാഹി ഫി മക്കാനിൻ ഉഇദ്ദ ലിൽ മഅസിയത്തി വൽ കുഫർ. കുഫറിനും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥാനത്ത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനും പാടില്ല. കദാലിക ലാ യുദ്ബഹു ലില്ലാഹി ഫി മക്കാനിൻ ഉഇദ്ദ ലിൽ മഅസിയ. പ്രകാരം തന്നെ ധിക്കാരത്തിന് വേണ്ടി അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടി അറക്കാനും പാടില്ല. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ. അപ്പോൾ ലാ തഖും ഫിഹി അബദ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞതാണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ലമസ്ജിദുൻ, നിശ്ചയം ഒരു മസ്ജിദ്, ഉസ്സിസ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അൽ തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായിട്ട്, മിൻ അവ്വലി യൗമിൻ ആദ്യ ദിനത്തിൽ തന്നെ, അഹഖു കൂടുതൽ അർഹതപ്പെട്ടത് അതാണ്, അൻ തഖൂമ ഫീ താങ്കൾ നിസ്കരിക്കാൻ, അത് നിസ്കരിക്കാൻ. വഹുവ മസ്ജിദ് ഖുബാഇൻ ലിസ്വലാഹി നിയ്യത്തി അഹ്ലിഹി റളിയല്ലാഹു അൻഹും. അപ്പോൾ അതുണ്ടാക്കിയ ആളുകളുടെ നിയ്യത്ത് നല്ലതായത് കാരണം ആണ് പറഞ്ഞത്. ആ പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്, ആ മസ്ജിദാണ് താങ്കൾക്ക് ഉചിതം. അത് മസ്ജിദ് ഖുബ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ ആദ്യം മദീനക്കാർ പണിത മസ്ജിദാണ് ഇത്, മസ്ജിദ് ഖുബ. പിന്നീട് ആണ് നബി മസ്ജിദ് നബവി പണിയുന്നത്. വഫീ ദലീലുൻ അലാ ഫളീലത്തി മസ്ജിദ് ഖുബ. മസ്ജിദ് ഖുബയുടെ ശ്രേഷ്ഠത സംബന്ധിച്ചുള്ള തെളിവും ഇതിലുണ്ട്. വഫളി അഹ്ലിഹി റിദ്വാനുല്ലാഹി അലൈഹിം, അതിൻ്റെ അഹ്ലുകാരുടെ ശ്രേഷ്ഠതയും. വഅന്ന ഹാദൽ മസ്ജിദ ബഖിയ ലഹു അൽ ഫളു ഫിൽ ഇസ്ലാം ഇലാ അൻ തഖൂമ സഅ. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിൽ ഇതിൻ്റെ ശ്രേഷ്ഠത അവശേഷിക്കും. വയഖ്സുദു ലിസ്വലാത്തി ഫീഹി മിമ്മൻ കാന ഫിൽ മദീനത്തി ഇഖ്തിദാഅൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ളവർ അവിടെ നിസ്കാരം ഉദ്ദേശിച്ച് പോകാം, അല്ലെങ്കിൽ നിസ്കാരം ഉദ്ദേശിക്കുന്നു എന്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഖ്തിദാ ചെയ്തുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് എന്ന്.